ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മുടെ ചാനലിൽ മൈസൂർ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ എനിക്ക് നമ്മുടെ താഴത്തേക്ക് പോയപ്പോൾ നമ്മുടെ കാറിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പോയി കണ്ട് നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഫുഡ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരം ബട്ടറും പൂരിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനത്തെ നമ്മൾ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഗൈസ്. അങ്ങനത്തെ നമ്മൾ ഇന്നത്തെ സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. എൻ്റെ പിരിക നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്നെ കാണുമ്പോൾ വീശമാധവനത്ത് നമ്മുടെ ജഗതിയുടെ പോലെയുണ്ട് കാണാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഇറങ്ങാനായിട്ട് മുൻപ് അങ്ങനെ ഷോൺ ചാനലൊക്കെ വിളിച്ച് ആളുടെ സംസാരിച്ചിട്ടോ. അപ്പോൾ നേരെ നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോണത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വിശാലമായിട്ട് ഇന്നത്തെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ മെയിൻ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മുടെ മൈസൂർ പാലസിലേക്കാണ് ആദ്യം പോണത്. അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ മൈസൂർ പാലസിലേക്ക് എത്തിയിട്ടാണ്. ഇതാണ് നമ്മുടെ മൈസൂർ പാലസ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂർ പാലസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പും സോക്സും ഷൂസൊക്കെ ഊരിയിട്ട് അവിടെ ഒരു കവറിലാക്കിയിട്ട് വെക്കണം കേട്ടോ. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി. മൈസൂർ പാലസിലേക്ക് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോയേക്കണത്. അന്ന് പോയപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു ക്യാമറയുള്ള ഒരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോൺ വെച്ചിട്ട് നമ്മളവിടെ ഫോട്ടോ എടുത്തപ്പോൾ അവിടെ നിന്ന് നമ്മളെ പോലീസ് പഠിച്ചിട്ട് നമ്മുടെ ഫോണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുറച്ചേരം കഴിയുമ്പോൾ തന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കും സ്ട്രിക്റ്റ് ഒന്നും ഇല്ല പാലസിൻ്റെ ഉള്ളിൽ. കാരണം എല്ലാവർക്കും ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എല്ലാത്തിനും അലൗഡാണ്. അന്നെന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കരമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമയമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫോൺ അവർ വാങ്ങി വെച്ചിട്ട് നമുക്കൊരു 500 രൂപ കൂടി കൊടുത്തിട്ടാണ് അവർ ഫോൺ തന്നത് കേട്ടോ. പിന്നെ ഈ വട്ടം മൈസൂർ പാലസിലേക്ക് പോയപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. ഈ സെയിം സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ 2019-ലും 2020-ലും വെച്ച 2 ഫോട്ടോസ് വയ്ക്കട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ നമ്മൾ ഈ വട്ടം മൈസൂർ പോയപ്പോൾ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പിന്നെ കുറേ സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഭയങ്കര സഫോക്കേഷനായിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ പെട്ട പോലെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മിറർ കണ്ടാൽ വിടാത്ത കാരണം എല്ലാ മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് വാരിക്കൊരു വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2022-ൽ മൈസൂർക്ക് വന്നപ്പോൾ നമുക്ക് അന്ന് പാലസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വരുമ്പോഴേക്കും പാലസ് അടച്ചു. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ ഇവിടെ ഇരുന്നിട്ടാന്ന് തോന്നുന്നു താഴത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക. എൻ്റെ ഒരു അനുമാനമാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പാലസിൻ്റെ കൂടെ ഇന്ന് വേഗം ഇറങ്ങിയതേ നമ്മൾ താഴത്തെത്തിയിട്ടാണ്. താഴത്ത് ഒരു സ്ഥലത്ത് ഈ മരം കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ മരം കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടമായപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളതേ പാലസിനെ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ അതിമനോഹരമായി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഷൂട്ടിങ്ങിന് അപ്പനും അമ്മയൊക്കെ നിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊന്നും പോയില്ല, ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല കവക്കെട്ടോ. കാരണമാണ് എൻ്റെ സൗണ്ട് മൂക്കടഞ്ഞിട്ട് പോലെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഈ ഫിഷിൻ്റെ സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ സ്ഥലത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് 340 രൂപയാണ് ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ അമ്മൂസിന് നമ്മൾ ടിക്കറ്റ് എടുത്തത് 290 രൂപ കൊടുത്തിട്ടാണ്. അവിടെ ഒരു കൊച്ച് ഇപ്പോൾ നിൽക്കാൻ പ്രായമായ ഏതൊരു കൊച്ചിനും അവരെ ഹൈറ്റ് നോക്കിയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കണം. പക്ഷേ 340 രൂപയ്ക്കുള്ള സംഭവം അതിൽ കാണാണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തെ ഫ്ലോറിലൊന്നും ഒന്നും കാണാനില്ല. വെറുതെ 4, 3, 5 ഫിഷ് ടാങ്ക്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗോൾഡ് ഫിഷിന് ഇട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമുക്ക് ഈ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അവിടെ നമുക്ക് ആ ഫിഷിനുള്ള തീറ്റ നമ്മൾ 50 രൂപ എടുത്തിട്ട് വേറെ മേടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് ഈ തലയുടെ മുടി കൂടെ അതിങ്ങനെ കുറേ മീൻ പോണ സംഭവമുണ്ട്. പിന്നെ നമ്മുടെ അമ്മൂസിൽ ഇങ്ങനെ പക്ഷികൾ, പിന്നെ മീൻ, കാക്ക, കോഴി, പട്ടി, പൂച്ച, പശു അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊച്ചിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. വന്നപ്പോൾ തൊട്ട് പറയണതാണ് മീനിനെ കാണാൻ പോകണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വേറൊരു സ്ഥലത്തേക്കും കൂടി പോയിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു പാട്ടായിട്ട് ഇടാം കേട്ടോ. ഇതിനധികം നമുക്ക് വലിച്ച് നീട്ടി അങ്ങനെ നീട്ടണില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ ഗൈസ്, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിക്കോട്ടെ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക്